ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോണറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു അടിപൊളി ഡോണറ്റ്സ് ആണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡോണറ്റ്സ് ആണ്. അപ്പം ഞാനിത് അതിനായിട്ട് മൈദ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണോടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 മുടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബട്ടറും മുടയൊക്കെ ചേർക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും മുടയും തന്നെ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മളത് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് പാല് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ചേർക്കുന്നത്. പാലും കൂടി ചേർത്തിട്ട് സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ ഒരു 1/4 കപ്പ് പാലായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഇളം ചൂടുള്ള പാല് 1/4 കപ്പ് എടുത്ത് അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പോരായിക തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി പാലെടുത്തു. അങ്ങനെ ഒരു 240 ml പാലെടുത്തിട്ടുണ്ടാവും കേട്ടോ. 280 ml കുറച്ച് കുറവായിട്ട് പാലും ഇളം ചൂടുള്ള പാലായിരിക്കണം. ആ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പോരാ, ഇനിയും നന്നായിട്ട് കുഴക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നുകൂടി കുഴക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം മാവ് നന്നായി കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഡോണറ്റ്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു 10 മിനിറ്റോളം 15 മിനിറ്റോളം നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി കുഴച്ചിട്ട് മാവ് നല്ല സോഫ്റ്റായി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നുണ്ട്. മാവ് നന്നായി കുഴഞ്ഞ് വന്നാലേ നമ്മുടെ ഡോണറ്റ്സും നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. കണ്ടില്ല, ഈ ഒരു പാകത്തിന് മാവാക്കിയെടുക്കുക. ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അപ്പം അതിനായിട്ട് ഞാനിതാ നമ്മൾ ഏത് പാത്രത്തിലാണോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൽ നന്നായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് അതിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മാവിൻ്റെ മുകളിലായിട്ട് അവിടെ മുകളിലും മുകൾ ഭാഗത്തും കുറച്ചുകൂടെ ഓയിലൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ മോളും ഉണ്ട് കേട്ടോ എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇടയ്ക്ക് മോളും കൂടുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങി വരാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് വേറെയും കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 2 മണിക്കൂറായി. അപ്പോഴേക്കും മാവ് നന്നായിട്ട് ഒന്നുകൂടെ പൊങ്ങി നല്ല സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ മാവൊന്ന് ആ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കണം. ഓരോരോ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ഈ ഡോണറ്റ്സ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുക. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റുമാണ്. ഇനി നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകിട്ടാകുമ്പോഴേക്കൊന്നും ഇത് ഹാർഡായി പോകുന്നില്ല. ഇത് കുറച്ച് സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പിറ്റേ ദിവസത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ്സ് ആണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഡോണറ്റ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ രീതിയിൽ ഈ മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഓരോരോ ഉരുളകൾ എടുക്കുക. ഓരോ ഉരുളാക്കി എടുത്തതിന് ശേഷം നമ്മളിതാ ഒരു പ്ലേറ്റിൽ ഇതുപോലെ കുറച്ച് മൈദ വിതറി കൊടുക്കുക. അതിനുശേഷം ബോൾസ് നല്ല ഷേപ്പാക്കി കൊടുക്കുക. നല്ല ഷേപ്പാക്കിയിട്ട് നമ്മൾ ബോൾസ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ആ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. ഓരോ ബോൾസും അതുപോലെ നല്ല ഉരുളകളാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഉരുളാക്കി എടുക്കുമ്പോൾ നല്ല ലെവലായിട്ട് തന്നെ ഉരുളാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഷേപ്പ് കിട്ടും. നമ്മുടെ
ഡോണറ്റ്സിന് നല്ല ഷേപ്പ് കിട്ടും. ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് മൈദ വിതറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഉരുളെടുത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാനുള്ളൂ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കൈ വെച്ച് ആക്കുമ്പോൾ തന്നെ നമുക്കതൊന്ന് പരന്ന് കിട്ടും. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കട്ടർ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മൂടി എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് കട്ടറാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കട്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഉണ്ടല്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള അത്യാവശ്യം നല്ലൊരു സൈസിൽ വലുപ്പത്തിലാണ് ഇപ്പോൾ ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വലിയ ഉരുളകൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് വെച്ചാൽ ആ വലുപ്പത്തിന് ഉരുള എടുത്താൽ മതി. ഉണ്ടല്ലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തപ്പോൾ എനിക്ക് 12 ഉരുളയാണ് കേട്ടോ കിട്ടിയത്. 12 ഡോണറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ 13 ഡോണറ്റ്സാണ് എനിക്ക് 4 കപ്പ് മൈദയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. ഡോണറ്റ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോണറ്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി പാൻ വെച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് തന്നെ, നന്നായി ചൂടാവണ്ട, ചൂടായി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോണറ്റ്സ് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, ഒന്ന് വേവുകയില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഓയിൽ എത്രത്തോളമാണ് ചൂടായിട്ടുള്ളതെന്ന്. ചൂടായി വരുന്നേ ഉള്ളൂ എന്നുള്ള മനസ്സിലാവും. അപ്പം ഈ ഒരു ചൂടിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഒരു ഡോണറ്റ്സ് അതിന് മാറ്റിയിട്ട് വേറൊരു ചീനച്ചട്ടിയിലോട്ട് വെച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ കാണുന്നില്ലേ, കുറച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത്, പൊങ്ങി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അത് ശ്രദ്ധിക്കണേ. ഫ്ലെയിം കൂട്ടി വെക്കുകയേ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം ഒന്ന് കുറച്ച് സമയം അങ്ങനെ വെച്ച് കൊടുക്കാം. ആ ഓയിലൊന്ന് കിടന്നിട്ട് ഒന്ന് റെഡിയായി വരട്ടെ. അപ്പം ആ ഭാഗവും നമ്മൾ തിരിച്ചിട്ട ഭാഗവും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് കുറച്ച് സമയം അതുപോലെ വെച്ച് കൊടുക്കാം. ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കും. ഇനി ഭാഗം കുറച്ച് സമയം കൂടി ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കിട്ടുകയുള്ളൂ. ഇതാ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തു. അപ്പം ഇനിയിപ്പോൾ ഭാഗമൊക്കെ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഭാഗം കൂടി ഒന്ന് കളറായാൽ മതി. അപ്പോൾ 2 ഭാഗം നല്ലൊരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഒരുവിധം കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി എല്ലാ ഡോണറ്റ്സും നമ്മളിതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ പൊടിച്ചിട്ട് ഷുഗർ പൗഡർ ആക്കിയിട്ട് മുകളിലൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് കഴിക്കാൻ, ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.